and gentlemen, distinguished guests and your friends, a very warm welcome to the 51st Annual Day celebration of Government High School, Padirikandam. Today, we are here to celebrate the culmination of another successful year filled with achievements, growth, and unforgettable memories. And we too are really excited to be our MCs for this grand evening, brimming with zeal and enthusiasm. This annual function is a testament to the hard work, dedication, and creativity of our loving teachers and friends. It's a joyous occasion where we showcase the diverse talents and accomplishments that make our institution truly special. So, dear friends, let's get the evening ball rolling with mesmerizing performance blended with extravaganza of rhythm and grace. Once again, we welcome you all. As light expels darkness, a solemn prayer casts away our fears, calms our souls, and fills us with strength and positivity. It invigorates us and guides our thoughts and actions towards harmony and goodwill. So let's stand a while together in this auspicious gathering to connect with the divine through a beautiful prayer. And may this prayer not just to be words that we listen to, but let them resonate within each one of us, giving us peace, strength, and courage to handle what lies ahead. ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും ഈശ്വര പ്രാർത്ഥനയ്ക്കായി എഴുന്നേറ്റ് നിൽക്കാം. പിന്നു നിന്നതാരിലും വിടന്ന താരകത്തിലും വിളങ്ങിടും പ്രഭാവമേ വിളക്കുവയ്ക്കു ഞങ്ങളിൽ വിരിഞ്ഞു നിന്നതാരിലും വിടന്ന താരകത്തിലും വിളങ്ങിടും പ്രഭാവമേ വിളക്കുവയ്ക്കു ഞങ്ങളിൽ സമസ്ത സുന്ദരോജല പ്രഭാവകാന്തി ചിന്തിടും സുമങ്ങളായിരാമു ഞങ്ങൾ ഭാരതത്തിൻ വാടിയിൽ വിരിഞ്ഞു നിന്നതാരിലും വിടർന്ന താരകത്തിലും വിളങ്ങിടും പ്രഭാവമേ വിളക്കുവയ്ക്കു ഞങ്ങളിൽ വിരിഞ്ഞു നിന്നതാരിലും വിടർന്ന താരകത്തിലും വിളങ്ങിടും പ്രഭാവമേ വിളക്കുവയ്ക്കു ഞങ്ങളിൽ. To welcome someone is really an honor, and to welcome our distinguished guests today on this auspicious occasion is really our pride and privilege. So, I call upon Miss Chubby Johnson, our senior assistant, to welcome each of you to this great function. പ്രിയപ്പെട്ട ഗസ്റ്റുകളെ വേദിയിലേക്ക് സ്വീകരിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ ബഹുമാനപ്പെട്ട അച്ഛനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നമസ്കാരം. സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഇന്ന് വളരെയേറെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. നമ്മുടെ സ്കൂളിൻ്റെ 51ാം വാർഷിക ദിനം ആഘോഷിക്കുന്ന ഈ ചടങ്ങിൽ ഈ വേദിയിൽ നിൽക്കാൻ സാധിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഇടുക്കി ജില്ലയുടെ തന്നെ അഭിമാനമായി മാറിക്കൊണ്ടിരിക്കുന്ന പഴയരിക്കണ്ടം സ്കൂളിൻ്റെ വിജയത്തിന് ചുക്കാൻ പിടിക്കുന്നത് വിവിധ തലങ്ങളിലുള്ള ഭരണാധികാരികൾ, PTA അംഗങ്ങൾ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ, അധ്യാപകർ, നല്ലവരായ നാട്ടുകാർ, ഇവരുടെ എല്ലാവരുടെയും പരിശ്രമ ഫലമായിട്ടാണ്. ഇന്ന് ഈ ചടങ്ങിൽ സ്വാഗതം ആശംസിക്കുവാനായിട്ട് ഇവിടെ നിൽക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ഇനി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. നമ്മുടെ സ്കൂളിൻ്റെ ജീവനും ജീവനാഡിയുമായി വർത്തിക്കുന്ന ബഹുമാനപ്പെട്ട PTA പ്രസിഡന്റ് ശ്രീ ജയൻ AJ അവറുകളാണ്. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ജയൻ സാറിനെ ഈ വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു.
സ്കൂളിൻ്റെ എല്ലാ കാര്യങ്ങളിലും പങ്കാളിയാകുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാമെന്ന് സംബന്ധിച്ച് ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജോർജ് ജോസഫ് വയലിൻ അവറുകളാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്കൂളിൻ്റെ ഓരോ ഭൗതിക പ്രവർത്തനങ്ങളിലും മികവ് വരുത്തുന്നതിന് ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ഷൈനി റേജി അവറുകളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വിദ്യാലയത്തിൻ്റെ അവിഭാജ്യ ഘടകവും സമ്പൂർണ്ണ സഹകരണവും പങ്കാളിത്തവും അർപ്പിച്ച് സ്കൂളിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി രാജേശ്വരി രാജനെ അങ്ങേയറ്റം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മോടൊപ്പം ചേർന്ന് അർപ്പണബോധത്തോടെ പ്രവർത്തിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ഉഷാ മോഹനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്കൂളിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബഹുമാനപ്പെട്ട ശ്രീ പ്രദീപ് MM അവറുകളെ സന്തോഷത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വിദ്യാലയത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്ന ഭാവിയുടെ വാഗ്ദാനങ്ങളായ വിദ്യാർത്ഥികളെ സമൂഹത്തിലേക്ക് നേർവഴിക്ക് നടത്തുന്ന നമ്മുടെ ഈ വിദ്യാലയത്തിൻ്റെ അമരക്കാരിയായി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട HM സലൂജ KL ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വിദ്യാലയത്തിൻ്റെ സമസ്ത മേഖലകളിലും ഒരുപോലെ പ്രവർത്തിച്ച് ഈ സ്കൂളിൻ്റെ തന്നെ സ്വന്തമായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉഷ ടീച്ചറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്കൂളിൻ്റെ കാര്യക്ഷമമായ പ്രവർത്തനത്തിന് അങ്ങേയറ്റം ശ്രമിക്കുന്ന PTA വൈസ് പ്രസിഡന്റ് ശ്രീ അജു KS ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്ന ഈ വർഷത്തെ സ്കൂൾ ലീഡർ മാസ്റ്റർ ശ്രീഹരി ആലിനിന് പ്രോഗ്രാം കോർഡിനേറ്റർ ശ്രീജ വത്സൻ, വിദ്യാലയത്തിൻ്റെ വളർച്ചയ്ക്ക് മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്ന അധ്യാപക അനധ്യാപകർ, PTA അംഗങ്ങൾ, രക്ഷിതാക്കൾ, നമ്മുടെ കുട്ടികൾ, നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാർ എല്ലാവർക്കും ഒരിക്കൽ കൂടി പ്രത്യേകം സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. വിദ്യാർത്ഥികൾക്ക് രണ്ടു തരം ജീവിതാനുഭവങ്ങളുണ്ട്, വിദ്യാലയത്തിന് അകത്തും പുറത്തും. ഈ രണ്ട് അനുഭവങ്ങളും അവന്റെ വ്യക്തിത്വത്തെ സാരമായി സ്വാധീനിക്കുന്നു. വിദ്യാലയത്തിൽ സദാചാരത്തിന്റെ ബാലപാഠങ്ങൾ പഠിക്കുന്ന കുട്ടി അതിനു വിരുദ്ധമായ സാഹചര്യത്തിൽ വീട്ടിലും സമൂഹത്തിലും വളരാൻ ഇടവരുമ്പോൾ അതവന്റെ വ്യക്തിത്വത്തെ മാറ്റിമറിക്കുന്നു. അതോടൊപ്പം വിദ്യാർത്ഥിയുടെ ഗാർഹികവും സാമൂഹികവുമായ പശ്ചാത്തലം അധ്യാപക കർത്തവ്യ നിർവഹണത്തിന് അനുപേക്ഷണീയമാണെന്നും വിദ്യാലയത്തിലെ കുട്ടിയുടെ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത് അവനെ വീട്ടിൽ വേണ്ടതുപോലെ നയിക്കുന്നതിന് ആവശ്യമാണെന്ന തിരിച്ചറിവും അധ്യാപക രക്ഷകർത്തൃ സംഘടനയുടെ രൂപപ്പെടലിന് താത്വിക പശ്ചാത്തലമായി മാറി. എന്നാൽ ഇന്ന് PTA എന്ന സംഘടനയുടെ ഉത്തരവാദിത്തം ഏറെ വലുതാണ്. സ്കൂളിന്റെ സമഗ്രമായ വളർച്ചയിൽ PTA ഏറെ പങ്ക് വഹിക്കുന്നു. പഴയരിക്കണ്ടം ഗവൺമെന്റ് ഹൈസ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഓരോ
ആരംഭിക്കുന്ന ബഹുമാനപ്പെട്ട ജയൻ സാറിനെ അധ്യക്ഷ പ്രസംഗത്തിനായി വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ഈ 51ാമത് സ്കൂൾ വാർഷിക ആഘോഷത്തിലേക്ക് എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട ഏവരെയും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്നത്തെ ഉദ്ഘാടന ചടങ്ങ് നടത്തേണ്ടിയിരുന്നത് നമ്മുടെ ജില്ലാ പഞ്ചായത്തിൻ്റെ ബഹുമാനായ പ്രസിഡന്റ് ശ്രീ ബിനു KT അവറുകളാണ്. അദ്ദേഹം ഇന്ന് ഒരു അവിചാരിതമായി വന്ന തിരക്ക് മൂലം അദ്ദേഹത്തിന് എത്തിച്ചേരാൻ സാധിക്കുകയില്ല എന്ന് അറിയിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ആഷ ആൻ്റണി അവറുകൾ, അദ്ദേഹം ഒരു മെഡിക്കൽ ആവശ്യം പ്രമാണിച്ച് വരാൻ സാധിക്കുകയില്ല, അല്പം വൈകിയാണെങ്കിലും ശ്രമിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും ബഹുമാനായ ഇടുക്കി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജോർജ് ജോസഫ് വയലിൽ അവറുകൾ, അദ്ദേഹം നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹം ഉദ്ഘാടന കർമ്മം നിർവഹിക്കാമെന്ന് ഇവിടെ എത്തിച്ചേർന്ന ശ്രീ ജോർജ് ജോസഫ് വയലിൽ അവറുകൾ, നമ്മുടെ ഏറ്റവും ബഹുമാനിയായ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ഷൈനി റെജി അവറുകൾ, നമ്മുടെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി രാജേശ്വരി രാജൻ അവറുകൾ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ഉഷാ മോഹൻ അവറുകൾ, അതുപോലെ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ പ്രദീപ് MM, നമ്മുടെ സ്കൂളിൻ്റെ ഏറ്റവും ബഹുമാനപ്പെട്ട HM ശ്രീമതി സലൂജ ടീച്ചർ, PTA വൈസ് പ്രസിഡന്റായിട്ടുള്ള പ്രിയ സുഹൃത്ത് ശ്രീ അജു, നമ്മുടെ സ്കൂൾ ലീഡർ ശ്രീഹരി, അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കുഞ്ഞുങ്ങളെ, ഏറ്റവും നല്ലവരായ നാട്ടുകാരി. പടിയേരിക്കണ്ട ഗവൺമെൻറ് സ്കൂളിൻ്റെ 51ാമത് വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ വളരെ സന്തോഷം, അഭിമാനം. ഇത്രയും നല്ല രീതിയിൽ ഈ ഒരു ചടങ്ങ് സംഘടിപ്പിക്കാൻ സാധിച്ചതിൽ ഇവിടെയുള്ള ഓരോ അധ്യാപകരുടെയും പിന്തുണയും ആത്മാർപ്പണവും പ്രയത്നവും വളരെ സുസ്ഥിരമായ രീതിയിലുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഉഷാകുമാരി ടീച്ചർ നമ്മുടെ ഈ സ്കൂളിൽ 2011 വർഷം ഹൈസ്കൂൾ ആരംഭിക്കുന്ന കാലഘട്ടം മുതൽ നമ്മളോടൊപ്പം ഈ സ്കൂളിൽ ഏറ്റവും മികച്ച രീതിയിൽ ഈ സ്കൂളിൻ്റെ ഓരോ കാര്യങ്ങളിലും നമ്മളോടൊപ്പം നിന്ന് എല്ലാ പ്രവർത്തനങ്ങളിലും HM ഇൻചാർജായിട്ട് വളരെ കാലം സേവനമനുഷ്ഠിച്ചു. ആ കാലയളവിലും മറ്റവസരങ്ങളിലും എല്ലാം ഈ ഒരു സ്കൂളിനെ സ്വന്തം കുടുംബം പോലെ നെഞ്ചിലേറ്റി ഓരോ കാര്യങ്ങളിലും എല്ലാ സമയങ്ങളിലും രാത്രിയെന്നോ പകലെന്നോ പുലർകാലമെന്നോ ഇല്ലാതെ ഏത് ആവശ്യത്തിനും ഓടിയെത്തുകയും എല്ലാ കാര്യങ്ങളും ചെയ്തു വരുന്ന ബഹുമാനപ്പെട്ട ഏറ്റവും പ്രിയങ്കരിയായിട്ടുള്ള ഉഷ ടീച്ചർ, ഏവരും ഈ നിറഞ്ഞ വേദിയിൽ വളരെ സന്തോഷം. ഇത്രയും നല്ല രീതിയിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ പരിപാടികൾ അവതരിപ്പിക്കാനുണ്ട്. ഈ സ്കൂളിൻ്റെ പുരോഗതിയിൽ ഏറ്റവും നിർണായകമായി പ്രവർത്തിച്ച പൂർവ്വകാലങ്ങളിലുള്ള PTA പ്രസിഡന്റുമാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. തടത്തിൽ നാരായണൻകുട്ടിച്ചേട്ടൻ മുതലുള്ള ആളുകൾ എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നിരവധി ആളുകളുടെ പ്രയത്നഫലമായിട്ടാണ് ഈ സ്കൂള് ഈ നിലയിൽ, ഈ ഉന്നതിയിൽ എത്തിച്ചേർന്നത്. അതിൻ്റെ ഭാഗഭാക്കാകുവാൻ, അതിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുവാൻ, ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളിൽ കാര്യക്ഷമമായി ഇടപെടാൻ, ഫലപ്രദമായി ഇടപെടാനൊക്കെ സാധിച്ചു എന്ന് തന്നെ വിശ്വസിക്കുന്നു. സംസ്ഥാനത്ത് തന്നെയും ഏറ്റവും മികച്ച സ്കൂളായി നല്ല ഖ്യാതിയോടുകൂടി യശസ്സോടുകൂടി വരും കാലങ്ങളിലും വിളങ്ങട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ശ്രീ ജോർജ് ജോസഫ്, കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. 2000 രാഷ്ട്രീയ അരങ്ങേറ്റം. 2000-2005 കഞ്ഞിക്കുഴി പഞ്ചായത്ത് മെമ്പർ. തന്റെ കഴിവിനുള്ള അംഗീകാരമായി 2005-2010 വൈസ് പ്രസിഡന്റായി പ്രവർത്തിച്ചു. വീണ്ടും 2010-15 കാലയളവിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി. 2020-25 കാലയളവിലേക്ക് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചു വരുന്നു. കൂടാതെ 2002-2004 മിൽമയുടെ പ്രസിഡന്റായും 2012-2014 ചേലിച്ചവട് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റായും തിരഞ്ഞെടുക്കപ്പെട്ടു. ഏറെ അഭിമാനത്തോടെ, അതിലേറെ സന്തോഷത്തോടെ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജോർജ് ജോസഫ് അവറുകളെ ഉദ്ഘാടനത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. പടിയേരിക്കണ്ടം ഹൈസ്കൂള് 51ാം വർഷത്തെ വാർഷികാഘോഷ
പരിപാടിയിൽ അധ്യക്ഷനായിരിക്കുന്ന ഏറ്റവും ബഹുമാനായ PTA പ്രസിഡന്റ് ശ്രീ ജയൻ AJ, ജില്ലാ പഞ്ചായത്തിൻ്റെ ഏറ്റവും ബഹുമാനിയായ മെമ്പർ ശ്രീമതി ഷൈനി റജി, ഇടുക്കി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി രാജേശ്വരി രാജൻ അവറുകൾ, കുമാരി ദിദിയ നസീന തോം ജേക്കബ്, ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ഉഷ മോഹനൻ, ഇടുക്കി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിൻ്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ പ്രദീപ് MM, PTA വൈസ് പ്രസിഡന്റ് ശ്രീ അജൂബ് KS, HM, നമ്മുടെ വിരമിക്കുന്ന ടീച്ചർ ഉഷാകുമാരി KT, HM ശ്രീമതി സലൂജ KL, ശ്രീജ വത്സലൻ, ഏറ്റവും ബഹുമാനരായിട്ടുള്ള സഹോദരിമാരെ, പ്രിയ സുഹൃത്തുക്കളെ, പഴയരിക്കണ്ടം സ്കൂള് 51 വർഷം പിന്നിടുകയാണ്. ഈ നാടിൻ്റെ അഭിമാനമായി കഞ്ഞിക്കുഴി പഞ്ചായത്തിൻ്റെ മാത്രമല്ല ജില്ലയിലെ തന്നെ അഭിമാനമായി മാറിക്കൊണ്ടിരിക്കുന്ന പഴയരി സ്കൂളിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള മുഴുവൻ PTA അംഗങ്ങളും അതുപോലെ അധ്യാപകരും ഒക്കെ വളരെ അഭിമാനിക്കാവുന്ന ഒരു നേട്ടമാണ് കൈവരിച്ചിട്ടുള്ളത്. ഇപ്പോഴത്തെ PTA പ്രസിഡന്റ് ശ്രീ ജയൻ, അദ്ദേഹം വളരെയധികം അധ്വാനിച്ച് ഈ സ്കൂളിന് വേണ്ടി മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്, എനിക്ക് നന്നായിട്ടറിയാം. അദ്ദേഹം പറഞ്ഞതിൽ ഒരു അതിശയോക്തിയില്ല. കാരണം അത്രമാത്രം കൂട്ടായ പ്രവർത്തനത്തിലൂടെ നാട്ടുകാരും അതുപോലെ അധ്യാപകരും PTAയും കൂട്ടായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായാണ് പല ഗവൺമെൻറ് സ്കൂളുകളും നമുക്കുണ്ട്. ആൽപ്പാറ കഞ്ഞിക്കുഴിയിൽ ഒരു ഹൈസ്കൂളുണ്ട്. അവിടെ ഒന്നും ഇല്ലാത്ത വലിയൊരു നേട്ടം കൈവരിക്കുവാനായിട്ട് പഴയരി സ്കൂളിന് സാധിച്ചു. വളരെയധികം കുട്ടികൾ ഇവിടെ പഠിക്കുന്നു, അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കുന്നു. അന്താരാഷ്ട്ര നിലവാരമുള്ള സ്കൂളുകൾ നമ്മൾ ഉയർത്തുന്നു. അതുപോലെ തന്നെ സ്വന്തം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് പോലെ അല്ലെങ്കിൽ അവരെ കാണുന്നത് പോലെ തന്നെ കണ്ട് മുന്നോട്ട് പോകുന്ന അധ്യാപകർ, വിരമിക്കുന്ന നമ്മുടെ ഉഷാകുമാരി ടീച്ചറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ 2011 മുതൽ ഹൈസ്കൂൾ തുടങ്ങിയ കാലം മുതൽ ടീച്ചർ ഇവിടെയുണ്ട്. ആത്മാർത്ഥമായ ഇത്രയും വർഷത്തിൽ നമ്മുടെ ഈ 51ാമത് വാർഷിക ദിനാഘോഷവും രക്ഷാകർതൃ ദിനവും അതുപോലെ തന്നെ വിരമിക്കുന്ന ടീച്ചറിനെ ആദരിക്കലും ഒക്കെ ആയിട്ട് നടത്തുന്ന ഈ പ്രോഗ്രാം നിങ്ങളുടെ ഏവരുടെ അനുവാദത്തോടുകൂടി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി.
ശ്രീമതി ഷൈനി റച്ചി. കലൂർ സെന്റ് ജോൺ സ്കൂളിൽ നിന്നും മൈലക്കൊമ്പ് സെന്റ് റീത്ത സ്കൂളിൽ നിന്നും പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി. തുടർന്ന് നഴ്സിംഗ് രംഗത്ത് പരിശീലനം. കേരളത്തിനകത്തും പുറത്തും നഴ്സിംഗ് മേഖലയിൽ 8 വർഷം പ്രവർത്തിച്ചു. 2010 വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് മെമ്പറായി രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചു. 2015-2020 കാലഘട്ടത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായും പ്രസ്തുത കാലഘട്ടത്തിൽ 2019 മുതൽ 2 വർഷക്കാലം വണ്ണപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റായും സേവനം തുടർന്നു. ഇപ്പോൾ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മെമ്പറായി തന്റെ രാഷ്ട്രീയ ജീവിതം തുടരുന്നു. ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ആവശ്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്തു തരികയും എപ്പോഴും ഞങ്ങളോടൊത്ത് ആയിരിക്കുകയും ചെയ്യുന്ന മെമ്പറാണ് ശ്രീമതി ഷൈനി റച്ചി. ചുറ്റുമതിൽ, കവാടം, വയറിംഗ്, വാഷിംഗ് ഏരിയ, ഇലക്ട്രിസിറ്റി, ടോയ്ലറ്റ്, ഡിജിറ്റൽ ലൈബ്രറി, സോളാർ സിസ്റ്റം എന്നിങ്ങനെ 81 ലക്ഷം രൂപയുടെ പ്രവർത്തനങ്ങളാണ് ഈ കഴിഞ്ഞ വർഷം സ്കൂളിൽ നടപ്പിലാക്കിയിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും നല്ലൊരു കൈഡിയോടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ഷൈനി റച്ചിയെ മുഖ്യപ്രഭാഷണം നടത്തുന്നതിനും സ്കൂളിന്റെ സോളാർ സിസ്റ്റം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനുമായി വേദിയിലേക്ക് ക്ഷണിക്കാം. ഗവൺമെൻറ് ഹൈസ്കൂൾ പഴയരിക്കണ്ടം നിറച്ചാർത്ത് സ്കൂൾ വാർഷിക ആഘോഷ യോഗത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന PTA പ്രസിഡന്റ് ശ്രീ ജയൻ AJ അവറുകൾ, ഈ വാർഷികാഘോഷം ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഗ്രാമപഞ്ചായത്ത് കഞ്ഞിക്കുഴി ശ്രീ ജോർജ് ജോസഫ് വയലിൽ അവറുകൾ, യാത്രയയപ്പ് സന്ദേശം നൽകുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി രാജേശ്വരി രാജൻ, പ്രതിഭകൾക്ക് ആദരവും അർപ്പിച്ചുകൊണ്ട് ആശംസകൾ നേരുന്ന ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ഉഷ മോഹനൻ, പ്രൊഫഷൻസി അവാർഡും ആശംസകളും നേർന്നുകൊണ്ട് ഇവിടെ സംസാരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ പ്രദീപ് MM, PTA വൈസ് പ്രസിഡന്റ് ശ്രീ അജൂബ്, സ്കൂൾ HM ശ്രീമതി സലുജ KL, നമ്മുടെ സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപിക ശ്രീമതി ഉഷാകുമാരി KT, സ്കൂൾ മാസ്റ്റർ ശ്രീഹരി അനിൽ, നമുക്ക് സ്വാഗതം ആശംസിച്ച ശ്രീമതി ജൂബി ജോൺസൺ സീനിയർ അസിസ്റ്റന്റ്, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പർമാർ ജിഷ, സ്മിത, മറ്റ് PTA കമ്മിറ്റി അംഗങ്ങൾ, SMC കമ്മിറ്റി അംഗങ്ങൾ, ഇവിടെ എത്തിയിരിക്കുന്ന മാതാപിതാക്കളെ, പ്രിയമുള്ള വിദ്യാർത്ഥിനികളെ, നിറച്ചാർത്തി എന്ന പേരിൽ നമ്മൾ ഗവൺമെൻറ് ഹൈസ്കൂൾ പഴയരിക്കണ്ടത്തിൻ്റെ 51ാമത് വാർഷികമാണ് ഇന്നിവിടെ ആഘോഷിക്കുന്നത്. അതോടൊപ്പം നമ്മുടെ സ്കൂളിൽ നിന്നും ദീർഘകാലത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന ഹിന്ദി അധ്യാപിക ശ്രീമതി ഉഷ ടീച്ചറിനുള്ള യാത്രയയപ്പ് സമ്മേളനം കൂടിയാണ് ഇത്. അതെല്ലാവരുടെയും മനസ്സിൽ ചെറിയ വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. പഴയരിക്കണ്ടം സ്കൂൾ എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഉഷ ടീച്ചറിനെയാണ്. കാരണം 2020 ഞാനിവിടെ ജില്ലാ പഞ്ചായത്തിൻ്റെ മെമ്പറായിരിക്കുമ്പോൾ ഉഷ ടീച്ചർ ഇവിടെ HMൻ്റെ ചാർജാണ്. അന്ന് മുതൽ ടീച്ചറുമായിട്ടുള്ള ഒരടുപ്പവും ഒരു ബന്ധമുണ്ട്. എല്ലാ കാര്യങ്ങളിലും എന്നെ വിളിക്കുകയും സംസാരിക്കുകയും ടീച്ചറിനെ ഒരു പേടിയൊക്കെ ഉണ്ട്. എങ്കിലും ടീച്ചർ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും വിളിച്ച് സംസാരിക്കുക. എന്തുണ്ടെങ്കിലും ആ പേടി കൊണ്ട് ഇങ്ങനെ വിളിച്ച് ചോദിക്കുന്ന ഓരോ കാര്യങ്ങൾ എങ്ങനെ ചെയ്യേണ്ടത് എന്താന്ന്. നമുക്കെല്ലാവർക്കും മാതൃകയായിരിക്കേണ്ട ഒരു അധ്യാപിക കൂടിയാണ് ടീച്ചർ. ഇന്ന സ്കൂള് നിങ്ങൾ ഓരോരുത്തരും കുട്ടികളെ ഈ സ്കൂളിലേക്ക് വിടുന്നതിൻ്റെ ഉത്തമ ഉദാഹരണം ഈ സ്കൂളിലെ ചിട്ടയായ നല്ല പഠന രീതിയും കലാകായിക രംഗങ്ങളിലുള്ള മികവും എല്ലാം കൊണ്ടും നമ്മുടെ സ്കൂൾ വളരെയേറെ മുന്നിൽ. അതുകൊണ്ട് നമുക്ക് കുട്ടികളെയും കൂടെ പറഞ്ഞു വിടാനായിട്ട് മാതാപിതാക്കൾക്കാണേലും ഒരു മടിയൊന്നുമില്ല. വളരെ ദൂരെ നിന്ന് വരെ കുട്ടികൾ ഇവിടെ വന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികൾ നല്ല രീതിയിൽ പഠനം പൂർത്തിയാക്കി മികച്ച മാർക്കോടുകൂടി 10ാം ക്ലാസ് പാസ്സായി അടുത്ത സ്കൂളിലേക്ക് പോകുമ്പോൾ എവിടെയാണേലും ഒരു അഡ്മിഷൻ കിട്ടുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പഴയരിക്കണ്ടം സ്കൂളിൽ നിന്ന് വന്നതെന്ന് പറയുമ്പോൾ ഈ സ്കൂളിൽ കുട്ടികളെ ഉൾക്കൊള്ളാനുള്ള ഒരു അസൗകര്യം നമുക്കുള്ളൂ. ഇപ്പോൾ 1000-ഓളം കുട്ടികൾ നമ്മുടെ ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ കിഫ്ബിയുടെ ബിൽഡിംഗ് പണി തീർന്ന് കിടക്കുകയാണ്. താമസിക്കാതെ അതിൻ്റെ ഉദ്ഘാടനം ഉണ്ടാകും. നമുക്ക് ഇന്ന് ഇത്രയും ആയിരുന്നു. അതോടൊപ്പം ഈ സ്കൂളിൻ്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരിക്കുന്നിടത്തോളം കാലം എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം സ്കൂളിന് വേണ്ടി ചെയ്തു കൊടുക്കുമെന്ന് ഞാൻ ഉറപ്പ് തരികയും ചെയ്യുന്നു. ജില്ലയിലെ എല്ലാ സ്കൂളുകൾക്കും സോളാർ സംവിധാനം ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ഏർപ്പെടുത്തിയിട്ടുള്ളതായിരുന്നു. നമ്മുടെ സ്കൂളിൽ അവിടെ ഒരു സോളാർ സിസ്റ്റം ഉണ്ട്. ഇപ്പോൾ കറണ്ട് പോയാൽ നമുക്ക് അത്യാവശ്യം കറണ്ട് കിട്ടും. പിന്നെ ബാക്കി നമുക്ക് കുറച്ച് സ്കൂളിലെ ആവശ്യത്തിന് അവരുടെ വൈദ്യുതി ബില്ല്
കുറയ്ക്കുക എന്ന ലക്ഷ്യം. അടുത്ത മാസം മുതൽ നമ്മുടെ സ്കൂളിൽ അടച്ചുകൊണ്ടിരിക്കുന്ന വൈദ്യുതി ബില്ലിൽ നിന്ന് നല്ലൊരു ശതമാനം തുക കുറവ് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ടീച്ചർ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞോളും. അപ്പോൾ ഈ സോളാർ സിസ്റ്റം ഇവിടെ സ്ഥാപിക്കാനായിട്ട് സാധിച്ചതിൽ സന്തോഷമുണ്ട്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം ഔപചാരികമായിട്ട് നിർവഹിച്ചതായി അറിയിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. രാജേശ്വരി രാജൻ, പഴയരിക്കണ്ടം ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥിനിയായ ഈ നാടിന്റെ മകൾ 2014 കഞ്ഞിക്കുഴി CDS വൈസ് ചെയർപേഴ്സൺ ആയിരിക്കെ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറിൽ നിന്നും ഏറ്റവും മികച്ച CDSനുള്ള അവാർഡ് കരസ്ഥമാക്കി. ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിന്റെ പ്രസിഡന്റായിരിക്കെ ജില്ലയിലെ ക്ഷീരകർഷകർക്ക് ഏറ്റവും കൂടുതൽ ഫണ്ട് വകയിരുത്തിയതിനുള്ള മികച്ച പഞ്ചായത്തിനുള്ള അവാർഡ് മുൻ വൈദ്യുതി മന്ത്രി ശ്രീ MM മണിയിൽ നിന്നും സ്വീകരിച്ചു. അതോടൊപ്പം തൊഴിലുറപ്പ് പദ്ധതിയുടെ മികച്ച പ്രവർത്തനത്തിനുള്ള അവാർഡ് മുൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ AC മൊയ്തീനിൽ നിന്നും സ്വീകരിക്കുകയുണ്ടായി. ഇപ്പോൾ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായും ഈ സ്കൂളിന്റെ MPTA പ്രസിഡന്റായും പ്രവർത്തിക്കുന്ന ശ്രീമതി രാജേശ്വരി രാജനെ ഏറ്റവും സ്നേഹത്തോടെ യാത്രയയപ്പ് സന്ദേശം നൽകുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. പഴയരിക്കണ്ടം ഗവൺമെൻറ് ഹൈസ്കൂൾ നിറച്ചാർത്ത് 2024 അധ്യാപക രക്ഷകത്വ സമ്മേളനവും യാത്രയയപ്പ് സമ്മേളന വേദിയുടെയും ഔപചാരികമായ ഉദ്ഘാടന വേദിയുടെ അധ്യക്ഷനായിരിക്കുന്ന PTA ബഹുമാന്യനായ പ്രസിഡന്റ് ശ്രീ ജയൻ AJ, ഈ ഉദ്ഘാടനം ഔപചാരികമായി ഭദ്രദീപം കൊളുത്തി നിർവഹിച്ച ഇടുക്കി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിന്റെ ഏറ്റവും ആരാധ്യനായ പ്രസിഡന്റ് ശ്രീ ജോർജ് ജോസഫ് വയലിൽ അവറുകള്. എങ്കിലും അടിയന്തര സാഹചര്യങ്ങളിൽ പെട്ടെന്ന് ഓടിയെത്തേണ്ട സാഹചര്യങ്ങളിൽ ടീച്ചറാണ് ഏറ്റവും ആദ്യം സ്കൂളിൽ എത്തുക. കാരണം സ്കൂളിന്റെ അടുത്താണ് ടീച്ചർ താമസിക്കുന്നത് എന്നത് കാരണം ഏതൊരാവശ്യത്തിനും മാറി മാറി വരുന്ന HM-ഉം അധ്യാപകരും ഒക്കെ ടീച്ചറിനെ കാര്യങ്ങൾ ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നു. തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം കൃത്യനിർവഹണമായി സത്യസന്ധവും നീതിപൂർണമായി ചെയ്യുവാനായിട്ട് ടീച്ചർ ശ്രമിച്ചിട്ടുണ്ട്. ഒരുപാട് വെല്ലുവിളികൾ നേരിടുമ്പോഴും പിന്നിൽ നിന്ന് പല വെല്ലുവിളികൾ നേരിടേണ്ടി വന്നപ്പോഴും അതിനെയെല്ലാം തരണം ചെയ്ത് സധൈര്യം തന്നെ ഈ സ്കൂളിന്റെ വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുവാനും ഈ നാടിന്റെ നല്ലവളായി മാറുവാനുമാണ് ഏറ്റവും നല്ലൊരു വിശ്രമ ജീവിതവും കുടുംബ ജീവിതവും നയിക്കുവാനായിട്ട് മക്കളോടും ഭർത്താവിനോടുമൊപ്പം ഇത്രയും നാള് കുട്ടികളോടൊപ്പം സമയം ചെലവഴിക്കാനായിട്ടൊന്നും ടീച്ചറിന് കിട്ടിയിട്ടില്ല എന്ന് ടീച്ചറുമായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ പല കാര്യങ്ങളും അറിയുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. മക്കളുടെ കാര്യങ്ങളും അതുപോലെ തന്നെ കുടുംബത്തിന്റെ കാര്യങ്ങളും ഒക്കെ മാറ്റിവെച്ചിട്ട് ടീച്ചറിന്റെ കുടുംബം എന്ന് പറയുന്നത് പഴയരിക്കണ്ടം ഗവൺമെന്റ് ഹൈസ്കൂളായിരുന്നു. ഇപ്പോഴും അതെ, ഇനിയും അതെ എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ടീച്ചറിന്റെ പ്രവൃത്തിയിലും ടീച്ചറിന്റെ വാക്കിലും ഒക്കെ അത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. ഒരു കൂടപ്പിറപ്പ് എന്ന നിലയിൽ, ഒരു കൂട്ടുകാരി എന്ന നിലയിൽ പല കാര്യങ്ങളും ഷെയർ ചെയ്യുവാനും സംസാരിക്കുവാനും ഒക്കെയുള്ള നല്ല നല്ല അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആ അവസരങ്ങളിലൊക്കെ നല്ല പോസിറ്റീവ് എനർജിയോട് കൂടി തന്നെ ഒരുപാട് ടെൻഷനുകളും മറ്റു കാര്യങ്ങളും ഒക്കെയുള്ള ആളാണ്. എങ്കിലും എല്ലാത്തിനെയും തരണം ചെയ്ത് സുഹൃത്തുക്കളോടും അതുപോലെ തന്നെ സഹപ്രവർത്തകരോടുമൊക്കെ എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് കരുത്തുറ്റ ഒരു നല്ല മാതൃകാപരമായ ഒരു അധ്യാപനം നടത്തിയ ഉഷ ടീച്ചറിന് ഇടുക്കി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ പേരിലും അതുപോലെ തന്നെ ഈ നാട്ടിലെ നല്ലവരായ നാട്ടുകാരുടെ പേരിലുള്ള കൃത്യമായ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊള്ളുന്നു. ഇനിയും തുടർന്നുള്ള ജീവിതത്തിൽ എല്ലാ നന്മകളും ജഗദീശ്വരൻ നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ടീച്ചറിന് എല്ലാവിധ ഭാവങ്ങളും അർപ്പിച്ചുകൊണ്ട് ഇടുക്കി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്തം ഈ ആളുകളുടെ മുൻപിൽ പറയുകയാണ്. ഇവിടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ പറഞ്ഞതുപോലെ തന്നെ PTA ഒരു നിർദ്ദേശം കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിന് ലഭിക്കുകയുണ്ടായിട്ടുണ്ട്. ഇവിടെ കുട്ടികൾ നമുക്കെല്ലാം അറിയാം, പഴയരി പള്ളിയിലെ പെരുന്നാളിന് അതുപോലെ തന്നെ കഞ്ഞിക്കുഴി അമ്പലത്തിലെ ഉത്സവത്തിനൊക്കെ നമ്മുടെ കുരുന്നുകൾ ചെണ്ടമേളം കലാവിരുന്നൊരുക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എത്ര അതിമനോഹരമായിട്ടാണ് ആ കുട്ടികൾ ആ കലാരൂപം പഠിച്ച് അവർ അഭ്യസിച്ചത്. അപ്പം അവർക്ക് ഒരുപാട് പ്രതിസന്ധികളുണ്ട്. അവരുടെ മാതാപിതാക്കള് സാധാരണക്കാരായ മാതാപിതാക്കളാണ്, കർഷകരാണ്.
അവർ ഒരുപാട് പൈസകൾ അതിനു വേണ്ടി ചെലവാക്കിയിട്ടുണ്ട്. കൃത്യമായും ഒരു PTA അംഗം എന്ന നിലയിൽ എനിക്ക് അറിയാനായിട്ട് കഴിയും. പഞ്ചായത്തിലെ വെച്ച നിർദ്ദേശം വാദ്യോപകരണങ്ങൾ വാങ്ങുവാനുള്ള ഫണ്ട് അനുവദിക്കണമെന്നായിരുന്നു. അപ്പം PTA പ്രസിഡന്റിനോട് പറയുകയുണ്ടായി, പക്ഷേ വേദിയിൽ അനൗൺസ് ചെയ്യുവാനായിട്ട് വിട്ടുപോയി. കൊണ്ട് വേദിയിലിരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് അനുമതിയോടുകൂടി തന്നെ പഞ്ചായത്തിൽ PTA വെച്ച നിർദ്ദേശം അംഗീകരിക്കുന്നു. അതിന് ആവശ്യമായ ഫണ്ട്, ലഭ്യമായ ഫണ്ടിൽ നിന്നും കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തും വാദ്യോപകരണങ്ങൾ വാങ്ങുവാനുള്ള പ്രോജക്റ്റ് ഏറ്റെടുക്കുന്ന വിവരം എല്ലാവരെയും സന്തോഷപൂർവ്വം അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് സേവനത്തിൽ നിന്നും വിരമിക്കുന്ന ഉഷ ടീച്ചറിന് ഒരിക്കൽ കൂടി എല്ലാവിധ ഭാവങ്ങളും നന്മകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വിരമിക്കുന്ന വേളയിൽ ടീച്ചറിനെ പൊന്നാട അണിയിച്ച് ആദരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട വിശിഷ്ട വ്യക്തികളെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. പൊന്നാട അണിയിക്കുന്നതിനായിട്ട് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് വയലിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഉഷ ടീച്ചറിന് ഗവൺമെന്റ് ഹൈസ്കൂൾ പഴയരിക്കണ്ടത്തിന്റെ ആദരം സമർപ്പിക്കുന്നതിനായി ബഹുമാനപ്പെട്ട HM സരോജ ടീച്ചറെയും PTA പ്രസിഡന്റ് ജയൻ സാറിനെയും വൈസ് പ്രസിഡന്റ് അജൂബ് KSനെയും MBTA പ്രസിഡന്റ് രാജേശ്വരി മാഡത്തിനെയും സ്റ്റാഫ് സെക്രട്ടറി ബോബൻ P മാത്യു സാറിനെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സാർത്ഥകമായൊരു ജീവിതം, ആരെയും നുള്ളു നോവിക്കാത്ത കർമ്മബന്ധങ്ങളും, മാനവ മാനസ സ്പർശിയാം വ്യക്തിത്വം, മൃദുഭാഷി, ഹിന്ദിയിൽ വാഗ്മിത്വം, നാട്ടിൻപുറത്തിന്റെ നൈർമല്യ ഭാവത്തോടെ പഴേരി കണ്ടത്തിന്റെ ഉഷസ്സിന് പ്രാർത്ഥിച്ചു നേരുന്നു യാത്രാമംഗളങ്ങൾ. ടീച്ചറുടെ കഴിഞ്ഞ 24.5 വർഷത്തെ പഠിപ്പിച്ച വിദ്യാർത്ഥികൾക്ക് വേണ്ടി വിദ്യാർത്ഥികളുടെ പ്രതിനിധിയായി സ്കൂൾ ലീഡർ മാസ്റ്റർ ശ്രീഹരി അനിലിനെയും കൂട്ടുകാരെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ടീച്ചർ പഠിപ്പിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടി ചെയർപേഴ്സൺ ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായ ശ്രീമതി ഉഷ മോഹനൻ തന്റെ പൊതുപ്രവർത്തനം ആരംഭിക്കുന്നത് കുടുംബശ്രീ അയൽക്കൂട്ടത്തിൽ നിന്നുമാണ്. പിന്നീട് ADSൽ പ്രവർത്തിക്കുകയും അവിടെ നിന്ന് കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ 15ാം വാർഡിലെ മെമ്പറായി വിജയിച്ച് രാഷ്ട്രീയ അരങ്ങേറ്റം. 5 വർഷത്തിലെ രാഷ്ട്രീയ ജീവിതത്തിന് ശേഷം 3 വർഷം പ്രൊമോട്ടറായി ട്രൈബൽ മേഖലയിൽ സേവനം. ഈ കാലയളവിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിലെ പഴയരിക്കണ്ടം ഡിവിഷനിൽ നിന്നും വിജയത്തിളക്കം. ഇന്ന് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി സേവനമനുഷ്ഠിക്കുന്ന ശ്രീമതി ഉഷ മോഹനനെ പ്രതിഭകളെ ആദരിക്കുന്നതിനും ആശംസകൾ അർപ്പിച്ച് സംസാരിപ്പിക്കുന്നതിനുമായി ക്ഷണിച്ചുകൊള്ളുന്നു. ഈ 51ാം വാർഷികാഘോഷത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന പഴയരിക്കണ്ടം ഹൈസ്കൂളിൻ്റെ PTA പ്രസിഡന്റ് ജയൻ AJ അവറുകൾ, ഇവിടെ ഈ യോഗ ഉദ്ഘാടനം ചെയ്ത ഇടുക്കി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ജോർജ് ജോസഫ് അവറുകൾ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷൈനി റജി അവറുകൾ, കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് രാജശ്രീ രാജൻ അവറുകൾ,
ബഹുമാനപ്പെട്ട എച്ച്.എം. അതുപോലെ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിൻ്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ പ്രദീപ് എം.എം., PTA വൈസ് പ്രസിഡന്റ് അജൂബ്, മറ്റ് പ്രിയപ്പെട്ട അധ്യാപകർ, പ്രിയമുള്ള കുട്ടികളെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട മറ്റ് ജനപ്രതിനിധികൾ, പ്രിയമുള്ളവരെ, നമുക്കറിയാം വളരെ സന്തോഷപ്രദമായ ഒരു ആഘോഷ പരിപാടിയാണ് ഇന്നിവിടെ നടക്കുന്നത്. നമ്മുടെ സ്കൂളിൻ്റെ 51ാമത് വാർഷികം ഇവിടെ ആഘോഷിക്കുമ്പോൾ സങ്കടകരമായ ഒരു സംഭവം കൂടി നമുക്ക് ഇതിലുണ്ട്. എങ്കിൽ കൂടി നമ്മുടെ ഈ സ്കൂളിൻ്റെ ഈ വാർഷികാഘോഷത്തിലേക്ക് ഇത്രമാത്രം ഭംഗിയായ രീതിയിൽ എല്ലാ രീതിയിലും നമ്മുടെ PTA ആയും ഒക്കെ ചുവട് മുതൽ പഴയരിക്കണ്ടത്തെ ഈ സ്കൂളിൻ്റെ ഉത്ഭവം മുതലുള്ള ഓരോ ആളുകളെ ഓർത്തുകൊണ്ടും അവരുടെ ഓരോരുത്തരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ടും കണ്ടുകൊണ്ടും ഒക്കെയാണ് ഇത്ര ഈ സ്കൂളിൻ്റെ ഓരോ അടിത്തറയും കാഴ്ചപ്പാടുകൾ വെച്ചുകൊണ്ടാണ് ഈ രീതിയിൽ നമ്മുടെ ഈ സ്കൂളിനെ ഉയർത്തിക്കൊണ്ടുവരുവാനും ഒക്കെ നല്ല രീതിയിൽ പ്രയത്നിച്ചിട്ടുണ്ട് നമ്മുടെ PTA-യ്ക്കും ഈ സ്കൂളിൻ്റെ അധ്യാപകരെയും അതുപോലെ രക്ഷിതാക്കളുടെ എല്ലാവരോടുമുള്ള ആശംസ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് നമ്മൾ ശ്രമിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ വന്നപ്പോൾ തന്നെ യോഗ പഠിച്ച് കുറേ കുട്ടികളുടെ പ്രകടനമാണ് ഇവിടെ കാണാൻ സാധിച്ചത്. വളരെ സന്തോഷം തോന്നുന്നു. നല്ല രീതിയിൽ ആ കുട്ടികൾ യോഗ ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. നമ്മുടെ നാട്ടിൽ തന്നെയുള്ള കുട്ടികളാണ് അവരെ പഠിപ്പിക്കുന്നത് എന്നൊക്കെ കണ്ടപ്പോൾ വളരെ അഭിമാനം തോന്നുന്നു. അതോടൊപ്പം തന്നെ ഒരു ബ്ലോക്ക് മെമ്പറായി നിന്നുകൊണ്ട് തന്നെ ഈ ചടങ്ങിലൊക്കെ പങ്കെടുക്കാൻ നമ്മുടെ ടീച്ചറിൻ്റെ ഈ വിരമിക്കൽ ചടങ്ങിലൊക്കെ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഒരുപാട് അഭിമാനം കൊള്ളുന്നു. ഇവിടെ കുറേ പ്രതിഭകളെ ഇവിടെ ആദരിക്കാൻ ഉണ്ട്. എല്ലാവരും വളരെ നല്ല രീതിയിലുള്ള ഒട്ടനവധി കാര്യങ്ങൾ നമുക്കറിയാം. സ്കൂളിനെ അപേക്ഷിച്ച് ഒരുപാട് കായിക മത്സരങ്ങളെല്ലാം നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും കൂടുതൽ ഇതിൽ നിന്നും ഫണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ ചെയ്യാൻ സാധിക്കുന്ന എല്ലാ കാര്യങ്ങളിലും നമ്മുടെ കുട്ടികൾക്കും സ്കൂളിനും വേണ്ടി ജനപ്രതിനിധികളായിട്ടുള്ള എല്ലാവരുടെയും നല്ല സഹകരണങ്ങളുണ്ടാകും. ഇവിടെ ഈ പ്രതിഭകളെ ആദരിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ സമ്മേളനത്തിന് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനും പ്രൊഫഷൻസി അവാർഡ് വിതരണം ചെയ്യുന്നതിനുമായി ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീ പ്രദീപ് MM-നെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനും നമ്മുടെ ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ PTA പ്രസിഡന്റുമായിട്ടുള്ള ജയൻ ചേട്ടൻ, ഈ യോഗം ഇവിടെ ഉദ്ഘാടനം ചെയ്ത ഇടുക്കി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ശ്രീ ജോർജ് ജോസഫ് എല്ലാവരും, മുഖ്യ പ്രഭാഷണം നടത്തുകയും സോളാർ സിസ്റ്റം ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പർ കൂടിയുള്ള ശ്രീമതി ഷൈനി പ്രജി അവர்களுം, യാത്രയയപ്പ് സന്ദേശം നമുക്ക് നൽകിയ ഈ വാർഡിൻ്റെ പ്രിയങ്കരിയായ മെമ്പറും കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റുമായിട്ടുള്ള ശ്രീമതി രാജശ്രീ രാജൻ അവர்களுം, മറ്റ് ഈ വേദിയിലിരിക്കുന്ന ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ആദരണീയായ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ഉഷ ചേച്ചി, മറ്റ് പ്രിയപ്പെട്ട അധ്യാപകരെ, ഏറ്റവും സാധാരണക്കാരായ ജനങ്ങൾ അധിവസിക്കുന്നതും വളരെയധികം സാമ്പത്തികമായും അവരുടെ ജീവിതങ്ങൾ കെട്ടിപ്പടുന്ന ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരു സമൂഹത്തിൻ്റെ ഇടയിൽ വലിയ ഒരു തിലകക്കുറോടിയാണ് നമ്മുടെ ഈ സ്ഥാപനം ഇവിടെ നിലനിൽക്കുന്നത്. നമുക്കറിയാലോ, ഇതിൻ്റെ കഴിഞ്ഞ 50ാം വാർഷികത്തിൽ ഇതിൻ്റെ ഒരു റിവ്യൂ നമ്മൾ ഈ സ്കൂൾ അങ്ങനെ ഇങ്ങനെയായി എന്നതിനെപ്പറ്റി ഒരു പൊതുചിത്രം നമ്മളെല്ലാം കണ്ടതാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. ഇവിടെ തന്നെ ഉഷ ടീച്ചറിൻ്റെ വിരമിക്കൽ ആ സർവീസ് കാലയളവിലുള്ള കാര്യങ്ങൾ കണ്ടപ്പോൾ തന്നെ നമ്മുടെ സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ കണ്ടു. ഇന്ന് നമുക്കറിയാം, ഇവിടെ ഏത് പരിപാടിക്കും ഇവിടുത്തെ PTA അത് പറയാൻ വയ്യ. കാരണം ഒരു നല്ലൊരു കൂട്ടായ്മ ഉണ്ടോ എന്നുള്ളതാണ്. ജയൻചേട്ടൻ്റെ നേതൃത്വത്തിൽ ഈ ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു PTA ആയി ഇത് മാറാൻ കഴിഞ്ഞു. അതൊക്കെ വളരെ സന്തോഷമുണ്ട്. പിന്നെ നമ്മുടെ ഉഷ ടീച്ചറെ ഞാൻ 2-3 വർഷമായിട്ടാണ് ഇങ്ങനെ ഒന്ന് പരിചയപ്പെടുന്നത്. അങ്ങനെ ഇവിടെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ അങ്ങനെ ഒരു
പേഴ്സണലി ഒരു ബന്ധമില്ലായിരുന്നു. വളരെ സൗമ്യ സ്വഭാവം. എപ്പോൾ കണ്ടാലും ഏത് സമയത്ത് കണ്ടാലും ടീച്ചറിൻ്റെ മുഖത്ത് ആ ചിരി ഉണ്ടെന്നുള്ളത് അത് തന്നെ ഭയങ്കര, നമുക്ക് ആർക്കും അങ്ങനെ സാധിക്കുന്നില്ല. കാരണം നമ്മളെല്ലാം സാധാരണ മനുഷ്യനാണ്, നമുക്ക് ഓരോ ടെൻഷൻസ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ടീച്ചറിനെ കാണുമ്പോൾ ഏത് സമയത്തും ആ ചിരി ഉണ്ടെന്നുള്ളത് ഒരു അധ്യാപികയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി ആയിട്ടാണ് ഞാനത് കാണുന്നത്. ടീച്ചറിൻ്റെ 24 വർഷമാണ് ടീച്ചറിൻ്റെ സർവീസ് ഉള്ളത്. അതിനകത്ത് 50% ഭൂരിഭാഗവും ഇവിടെ തന്നെ ആണ് ടീച്ചർ ജോലി ചെയ്തെന്നുള്ളതാണ്. പല സ്കൂളുകളിലും വ്യത്യസ്ത സ്ഥലങ്ങളിൽ അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ സ്വന്തം നാട്ടിൽ നമ്മുടെ സ്വന്തം നാട്ടുകാരി ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും ഈ സ്കൂളിൽ തന്നെ ഏറ്റവും നല്ല അധ്യാപികയായി ഇവിടെ യാത്രയപ്പ് കൊടുക്കുകയും ചെയ്തതിൽ വളരെ സങ്കടവും അതുപോലെ തന്നെ സന്തോഷവുമുണ്ട്. കാരണം ടീച്ചറിനെ പരിചയപ്പെടുന്ന ഒരാളും ഇപ്പോൾ ഇവിടെ പറഞ്ഞത് തന്നെ ആത്മാർത്ഥമായിട്ട് അവരെല്ലാം പറഞ്ഞത്, അത് ഒരിക്കലും ഇതിൻ്റെ പുറത്ത് പറയുന്നതല്ല. കാരണം വളരെ സൗമ്യമായിട്ടാണ് ടീച്ചർ ഇവിടെ വന്നത്. അത് ടീച്ചറിൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നാണ് ടീച്ചർ വിരമിക്കുന്നുള്ളൂ. ടീച്ചർ നമ്മോടൊപ്പം ഉണ്ട്, നമ്മുടെ ഈ സ്വന്തം നാട്ടിൽ തന്നെയുണ്ട്. എപ്പോഴും ഒരു അഡ്വൈസായിട്ട് ടീച്ചർ നമുക്ക് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മളെല്ലാം വിശ്വസിക്കുന്നത്. എന്തായാലും ഈ വൈകിയ വേളയിൽ ഇനി വലിയൊരു പ്രസംഗത്തിനൊന്നും പ്രസക്തിയില്ല. എല്ലാ മാതാപിതാക്കളും അവരുടെ കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാമിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. എന്തായാലും ഈ പരിപാടിക്ക് ക്ഷണിച്ച ഇതിൻ്റെ PTA അംഗങ്ങളോടും പ്രത്യേകിച്ച് ജയഞ്ചറിനോടും വളരെയധികം നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി നല്ല രീതിയിൽ പര്യവസാനിക്കട്ടെ എന്ന് മാത്രം ആശംസകളുടെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. PTA വൈസ് പ്രസിഡന്റായ അജൂബ് KSനെ ക്ഷണിച്ചുകൊള്ളുന്നു. സ്നേഹബഹുമാനായ യോഗത്തിൻ്റെ അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയങ്കരായ രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, 51ാമത് വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഇവിടെ നിൽക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. 1991 മുതൽ 98 വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ സ്കൂളിൽ ഞാൻ പഠിക്കുന്നത്. അങ്ങനെ പഠിക്കുന്ന കാലഘട്ടത്തിൽ കുഴിമുണ്ടിൽ കുഴി ഊതി കുഴിയാന പിടിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. അത് ക്ലാസ് മുറികളിൽ നിന്നായിരുന്നു കുഴിയാന ഞങ്ങൾ പിടിച്ചുകൊണ്ടിരുന്നത്. ആ കാലഘട്ടത്തിൽ നിന്നും ഹൈടെക് ക്ലാസ് മുറികളിലേക്കും വലിയ ബിൽഡിങ്ങുകളിലേക്കും എല്ലാ സജ്ജീകരണങ്ങളുമുള്ള ക്ലാസ് റൂമുകളിലേക്കും ഇന്ന് നമ്മളുടെ സ്കൂൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇത്രയും വലിയ ഒരു മാറ്റം ഈ സ്കൂളിലേക്ക് എത്തിച്ചേർന്നത് ഈ സ്കൂളിൻ്റെ നട്ടലായി പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾ, അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന അധ്യാപകർ, അതോടൊപ്പം നിശ്ചയദാർഢ്യമുള്ള PTA ഉണ്ടാകുമ്പോഴാണ് ഈ സ്കൂള് ഇത്തരത്തിലാകുന്നത്. ഞാനിത് പറയുവാനുള്ള കാരണം, നമ്മുടെ സ്കൂളിൽ ഇപ്പോൾ ഈ നിൽക്കുന്ന ഈ ബിൽഡിംഗ് പോലും ഒരു കാലഘട്ടത്തിൽ 43 തൂണുകളുള്ള ഒരു സ്മാരകമായി പഴയരിക്കണ്ട ഗവൺമെൻറ് സ്കൂളിൻ്റെ മുറ്റത്ത് കാണപ്പെടുമെന്ന് പറഞ്ഞിരുന്ന കാലഘട്ടത്തിൽ നിന്നും ആ പറഞ്ഞ ആളുകളെ കൊണ്ട് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എഴുതിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് സ്കൂളിനെ മാറ്റുവാൻ കഴിഞ്ഞത് ഈ PTA ഇവിടുത്തെ അധ്യാപകരുടെയും ഒരു നിശ്ചയദാർഢ്യത്തിൻ്റെ ഭാഗമാണ്. ഇവിടെ കൂടിയിരുന്ന മുഴുവൻ അധ്യാപകരുടെയും മുഴുവൻ പേരൻസിൻ്റെയും പൂർണ്ണ സപ്പോർട്ട് കൊണ്ടാണ് ഇത്തരത്തിലേക്ക് എത്തിച്ചേർക്കാൻ കഴിഞ്ഞത്. നമ്മുടെ സ്കൂള് ആണ് നമ്മളുടെ ഈ പ്രോഗ്രാമിന് ശേഷം ഇതിനുശേഷം വലിയൊരു മത്സരങ്ങൾ, വലിയ കലാകായിക മേളകളൊക്കെ നടക്കുവാനുള്ള ഒരു വേദിയാണ് ഇവിടെ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒറ്റ വാക്കിൽ കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് വരുന്നു. ആശംസ അർപ്പിക്കുന്നതിനായി സ്കൂൾ ലീഡർ മാസ്റ്റർ ശ്രീഹരി അനിലിനെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമായിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, കൂട്ടുകാരെ, രക്ഷിതാക്കളെ, ഇന്നിവിടെ നിൽക്കുന്നതും നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകൾ അർപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം ഉഷ ടീച്ചറിൻ്റെ ഒരു വിടവാങ്ങലും കൂടെയാണ്. അതോടൊപ്പം നമുക്കെല്ലാവർക്കും ഭയങ്കര സങ്കടമുള്ളൊരു കാര്യം കൂടെയാണ്. ടീച്ചറിൻ്റെ വിടവാങ്ങലിന് എന്നായാലും നല്ല വില കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ടീച്ചറിന് എല്ലാവിധ ആശ്വാസങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും ഈ വർഷം പടിയിറങ്ങുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉഷ ടീച്ചറിനെ മറുപടി പ്രസംഗത്തിനായി ഏറ്റവും സ്നേഹത്തോടെ ആദരവോടെ ഞങ്ങൾ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വേദിയിലെ സദസ്സിലുമായി നമ്മുടെ 51ാം സ്കൂൾ വാർഷിക ദിനത്തിൽ വേദിയെ സദസ്സിനെ അലങ്കരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യമായി തന്നെ, കാരണം ഇവിടെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു, ഇവിടെ ഈ ഗ്രൗണ്ടിൽ നിന്ന് തന്നെയാണ് നിലത്തെഴുത്ത് ഞാൻ എഴുതിയത്, ആശാൻ എന്നെ എഴുതിച്ചത്.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരൊന്നും ഞാൻ ഓർക്കുന്നില്ല, എന്നാലും ചെറിയൊരു രൂപം മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. അവിടെ നിന്ന് RILT തിരുവനന്തപുരം വരെ എന്നെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ച എൻ്റെ ഗുരുക്കന്മാരെ എല്ലാവരെയും ഞാൻ ഈ സമയത്ത് സ്മരിക്കുന്നു. അതോടൊപ്പം തന്നെ കൂടുതലായിട്ട് ഞാനൊന്നും പറയേണ്ടതില്ല, കാരണം നമ്മുടെ കുട്ടികളെല്ലാവരും റെഡിയായിട്ട്, കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോൾ ഒരു പക്ഷേ ഉറങ്ങാൻ തുടങ്ങി കാണുമെന്ന് എനിക്ക് തോന്നുന്നത്, പ്രീ പ്രൈമറി കുഞ്ഞുങ്ങൾ തൊട്ടുണ്ടല്ലോ. അപ്പോൾ കൂടുതലായിട്ട് എങ്കിൽ പോലും 2018 ഡിസംബർ 26 മുതലാണ് എനിക്ക് ഇതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് കൂടുതലായിട്ട് മുമ്പോട്ട് വരേണ്ട ഒരു സാഹചര്യം വന്നുപെട്ടത്. സന്തോഷത്തോടെ അല്ലെങ്കിൽ പോലും, അതായത് ഇതിന് മുമ്പുണ്ടായിരുന്ന അധ്യാപകരായും PTA-യും തുടങ്ങി വെച്ച പ്രവർത്തനങ്ങൾക്ക് നല്ല രീതിയിൽ വീണ്ടും അതിനെ മുമ്പോട്ട് നയിച്ചത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട റൈസ് ടീച്ചർ തന്നെയാണ്. ടീച്ചറും അന്നുണ്ടായിരുന്ന PTA എല്ലാവരും കൂടിയാണ്. അപ്പോൾ അന്ന് തുടങ്ങി വെച്ച കാര്യങ്ങൾക്ക് ഒരു മുമ്പോട്ട് പോക്കിന് എല്ലാവരുടെയും ഒപ്പം ഞാനും നിന്നു എന്നുള്ളത് മാത്രമാണ്, അല്ല ഞാനായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. എല്ലാവരും കൂടെ ചേർന്ന് എല്ലാവരുടെയും സഹകരണവും ഐക്യവും ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്കിവിടെ എത്തിച്ചേരാനായിട്ട് സാധിച്ചത്. അതിനായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ത്രിതല പഞ്ചായത്ത്, അവരിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ നിസ്സീമമായ എല്ലാ സഹായ സഹകരണങ്ങളും ഓരോന്നും എടുത്തു പറയണമെങ്കിൽ ഒത്തിരി സമയം വേണ്ടി വരും. കാരണം അത്രയ്ക്കും നമ്മുടെ സ്കൂളിനോട് ചേർന്ന് നിന്നുകൊണ്ട്, നമ്മളിൽ ഒരാളായിട്ട് നമ്മളോടൊപ്പം നിന്നുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു തന്നുകൊണ്ട് നമ്മുടെ ഭൗതികവും അക്കാദമികവും ഒക്കെയായി എല്ലാ മുൻപന്തിയിലേക്ക് കൊണ്ടുവരുന്നതിനായിട്ട് അക്ഷീണം നമ്മളോടൊപ്പം നിന്ന് പ്രയത്നിച്ച എല്ലാവരോടുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ സ്കൂളിനോടൊത്ത് പ്രവർത്തിച്ച PTA ഉണ്ട്, MPT ഉണ്ട്, SMDC ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ വ്യാപാരി വ്യവസായി സമിതി, ഏകോപന സമിതി അംഗങ്ങൾ, അതിൻ്റെ ഭാരവാഹികൾ, അതിലൊപ്പം തന്നെ കലാ സാംസ്കാരിക രംഗത്തുള്ള ആളുകൾ എന്ന് വെച്ചാൽ ഈ സ്കൂളിൻ്റെ ഭാഗമായി നിൽക്കുന്ന എല്ലാവരും നമ്മൾക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ ഈ സ്കൂളിന് വേണ്ടി, ഇതിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, നമ്മുടെ കുട്ടികളുടെ നല്ല വിദ്യാഭ്യാസത്തിന് വേണ്ടി അവർക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുമോ ഒരേ കാലത്തും ഒരേ സമയത്തും അറിഞ്ഞിരുന്നു കൊണ്ട് തന്നെ നമ്മളോടൊപ്പം നിന്ന് നല്ല രീതിയിൽ പ്രവർത്തിച്ചവരാണ്. അപ്പോൾ അവരെ എല്ലാവരെയും ഞാൻ ഈ സമയത്ത് സ്മരിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം തന്നെ എല്ലാവരും എനിക്കുള്ള നന്ദി ഞാനിവിടെ അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. പിന്നെ ഇവിടെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു, അത് ഞാനായിട്ട് എന്ന് ഞാൻ പറയില്ല, കാരണം എല്ലാവരുടെയും ഒപ്പം മാത്രം, കാരണം ഇവിടെയുള്ള എല്ലാ അധ്യാപകരും അനധ്യാപകരും PTA എല്ലാവരും ഒരേ മനസ്സോടെ ഒത്തൊരുമിച്ച് നിന്ന് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ വിദ്യാലയത്തെ, നമ്മുടെ പൊതുവിദ്യാലയത്തെ ഈ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തിക്കുന്നതിനായിട്ട് സാധിച്ചത്. അപ്പം ഞാൻ എൻ്റെ ഒരു ആഗ്രഹം, അല്ലെങ്കിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ്, ഇതിനെ ഏറ്റവും ഭംഗിയായി ഇനിയും ഈ പ്രൗഢിയോടുകൂടി തന്നെ നമ്മുടെ ഗവൺമെൻറ് ഹൈസ്കൂൾ പഴയരിക്കണ്ടം എന്ന് നിലനിൽക്കണം. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളും നിങ്ങളെല്ലാവരും ചേർന്ന് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം തന്നെ എന്നോടൊപ്പം നിന്ന് പ്രവർത്തിച്ച എല്ലാവർക്കും, എല്ലാ രക്ഷിതാക്കൾക്കും, എൻ്റെ കുട്ടികൾക്കും എല്ലാവരോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. 2 വാക്ക് സംസാരിക്കണമെന്ന് താല്പര്യം പ്രകടിപ്പിച്ചിട്ട് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിനി കൂടിയാണ്, ഞാൻ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, ബഹുമാനപ്പെട്ട അധ്യാപകരെ, രക്ഷിതാക്കളെ, പ്രിയ കൂട്ടുകാരെ, 2005-2008 കാലയളവിൽ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിനി എന്ന നിലയിൽ ഇന്നിവിടെ എത്തിച്ചേരാനും കഴിഞ്ഞ അധ്യയന വർഷത്തിൽ 10ാം ക്ലാസ്സിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കുട്ടികൾക്ക് സമ്മാനം കൊടുക്കാനും സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതിന് ഒരു വേദിയൊരുക്കി തന്ന സ്കൂൾ മാനേജ്മെൻറ്റിന് എൻ്റെ എല്ലാ നന്ദിയും പറയുന്നു. ഒപ്പം വിജയികളായി തീർന്ന എല്ലാ കുട്ടികൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഇന്നിവിടെ ഉഷ ടീച്ചറിൻ്റെ യാത്രയപ്പ് സമ്മേളനമാണ്. നമുക്കറിയാം, ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ അവരെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തികളുടെ പട്ടിക എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു അധ്യാപകനോ അധ്യാപികയോ ഉണ്ടായിരിക്കും. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. നമ്മൾ ചെറുപ്പകാലങ്ങളിലെ ഏതൊരു ഇൻസിഡൻറ്റ് മറന്നുപോയാലും നമ്മുടെ ടീച്ചേഴ്സിനെ നമ്മളങ്ങനെ മറക്കാറില്ല, അല്ലേ? അത്രയും മഹത്തായ ഒരു ടൈറ്റിലാണ് ടീച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഉഷ ടീച്ചറിന് തീർച്ചയായിട്ടും അഭിമാനിക്കാം. ഉഷ ടീച്ചറിൻ്റെ ഇനിയുള്ള ജീവിതത്തിലേക്ക് ടീച്ചറിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. അപ്പോൾ ഞാനിന്നിവിടെ എത്തി നിൽക്കുന്നത് പൂർവ്വ വിദ്യാർത്ഥിനി എന്ന നിലയിലും അതോടൊപ്പം എൻ്റെ സ്വന്തം സ്ഥാപനമായിട്ടുള്ള
ടോസ് അക്കാഡമിയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടുമാണ്. ടോസ് അക്കാഡമി 2020 ഓൺലൈനായിട്ട് ആരംഭിച്ച ഒരു സ്ഥാപനമാണ്. ഇതിപ്പം 4 വർഷം പൂർത്തിയാക്കുകയാണ്, വിജയകരമായി മുന്നോട്ട് പോകുന്നു. അധ്യാപകർക്ക് വേണ്ടിയുള്ള എലിജിബിലിറ്റി ടെസ്റ്റുകൾക്കും അവരുടെ കോമ്പറ്റേറ്റീവ് എക്സാംസിനും ഓൺലൈനായിട്ട് കോച്ചിങ് കൊടുക്കുന്ന കേരളത്തിലെ ലീഡിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇന്ന് ടോസ് അക്കാഡമി. ഒപ്പം 30ഓളം അധ്യാപക അനധ്യാപക സ്റ്റാഫുകളും നമുക്ക് ഉണ്ട്. എന്നെ ഈ ഒരു നേട്ടത്തിലേക്ക് എത്തിച്ചേരാൻ സഹായിച്ചത് തീർച്ചയായിട്ടും എൻ്റെ ചെറുപ്പകാലങ്ങളിൽ എന്നെ സപ്പോർട്ട് ചെയ്ത സ്കൂളുകളും അതുപോലെ അധ്യാപകരുമാണ്. എനിക്ക് നിങ്ങളെ കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങളുടെ സ്കൂളുകളിൽ പഠിക്കുമ്പോൾ പഠനം പ്രധാനമുള്ള ഒരു കാര്യമാണ്. അതോടൊപ്പം നിങ്ങളുടെ സ്കൂളുകളിൽ കിട്ടുന്ന ഓരോ വേദികളും നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. ഞാൻ കുട്ടിയായിരുന്നപ്പോൾ ഈ സ്കൂളിൽ നിന്ന് എനിക്ക് ഒരുപാട്, ഞാനന്ന് പഠിച്ചിരുന്നപ്പോൾ ഇത് GUPS പഴയരിക്കണ്ടമായിരുന്നു. 5, 6, 7 ക്ലാസ്സുകളിലാണ് പഠിച്ചത്. ഇന്നത് GHS പഴയരിക്കണ്ടമാണ്. അപ്പോൾ അന്ന് ഉണ്ടായിരുന്ന അധ്യാപകർ പേരെടുത്ത് പറയുകയാണെങ്കിൽ ജസ്റ്റ് ടീച്ചർ, സജീവൻ സാറ്, അതുപോലെ തന്നെ ടീന ടീച്ചർ, ഇവരൊക്കെ എനിക്ക് നൽകിയിരുന്ന പ്രോത്സാഹനം പഠനത്തോടൊപ്പം കലാകായിക മേഖലയിലും എനിക്ക് മത്സരിക്കാനും ഒരുപാട് വേദികൾ കിട്ടുകയുണ്ടായി. അതിൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് കഴിവുകൾ വികസിപ്പിച്ചെടുക്കുവാൻ സഹായിക്കുകയുണ്ടായി. അപ്പോൾ അത്തരത്തിൽ സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും അധ്യാപകർ ഒരുക്കി തന്ന വേദി ആണ് എന്നെ ഇന്ന് എനിക്കൊരു സംരംഭം തുടങ്ങാനും അത് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാനും സഹായിക്കുന്നത്. അപ്പോൾ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളും പഠനത്തോടൊപ്പം തന്നെ, പഠനം വിട്ടുകളയരുത്, പഠനത്തോടൊപ്പം തന്നെ മറ്റ് പ്രവർത്തനങ്ങൾ, നിങ്ങളുടെ ലൈഫ് സ്കിൽസ് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഏതൊരു സാഹചര്യവും നിങ്ങൾ ഓരോരുത്തരും ഉപയോഗിക്കണം. ഒപ്പം ഇനി ഈ സ്കൂളിൻ്റെ വളർച്ച കാണുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു അഭിമാനം കൂടി ഞാൻ പങ്കുവയ്ക്കുകയാണ്. എല്ലാവരും പരിഹരിക്കേണ്ട സ്കൂളിനെ പറ്റി നല്ല വാക്കുകൾ പറയുമ്പോൾ, അതിൻ്റെ നേട്ടത്തിനെ പറ്റി പറയുമ്പോൾ എനിക്കും ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ട്. ഈ സ്കൂളിനെ ഇത്രമാത്രം ഉയർച്ചയിലെത്തിച്ച, അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നൽകുന്നു. താങ്ക് യു സോ മച്ച്. 2023-24 അക്കാദമിക് വർഷത്തെ സ്കൂളിന്റെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനായി HM സലൂജ ടീച്ചറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. മാന്യരെ, പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, രക്ഷിതാക്കളെ, PTA അംഗങ്ങളെ, മുൻ PTA SMC ഭാരവാഹികളെ, നല്ലവരായ നാട്ടുകാരെ, പ്രിയമുള്ള എൻ്റെ സഹപ്രവർത്തകരെ, സമയം ഒരുപാട് അതിക്രമിച്ചിരിക്കുന്നു. എല്ലാവരും അക്ഷമരാണ്. പാരൻസും അതുപോലെ അതിനേക്കാൾ ഏറെ കുഞ്ഞുങ്ങളും അക്ഷമരാണ്. നമ്മുടെ പ്രോഗ്രാം തുടങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നമ്മളെ അവസാനത്തെ പരിപാടിയിലേക്കാണ് കടന്നിരിക്കുന്നത്. റിപ്പോർട്ട് അവതരിപ്പിക്കുക എന്നുള്ളതാണ്. 2023-24 വർഷത്തെ ഈ സ്കൂളിൻ്റെ പ്രവർത്തന റിപ്പോർട്ടാണ് അവതരിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. 2023-24 വർഷങ്ങളിൽ നമ്മുടെ സ്കൂൾ നേടിയെടുത്ത നേട്ടങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നേ നിങ്ങളുടെ അനുവാദത്തോടെ സസന്തോഷം അവതരിപ്പിക്കുന്നു. ഗവൺമെന്റ് ഹൈസ്കൂൾ പഴയരിക്കണ്ടം 1973 പണിതുയർത്തിയ ഈ വിദ്യാലയം എത്രയോ തലമുറയെ അറിവിന്റെ കർമ്മപഥത്തിൽ എത്തിച്ചിരിക്കുന്നു. 1973 LP സ്കൂളായും 1985 UP സ്കൂളായും 2011 ഹൈസ്കൂളായും ഉയർത്തപ്പെട്ട ഈ വിദ്യാലയം ബാലാരിഷ്ടതകളെ അതിജീവിച്ച് ഹൈടെക് ക്ലാസ് മുറികളും ഗതാഗത സൗകര്യവും കുട്ടികളുടെ പഠന ഉല്ലാസത്തിനുള്ള പാർക്കും സജ്ജമാക്കി. ശുദ്ധമായ വെളുത്ത വെളിച്ചമാണ് വ്യത്യസ്ത നിറങ്ങളായി വിഭജിക്കപ്പെടുന്നത്. കറുപ്പ് എല്ലാ നിറങ്ങളെയും ആഗിരണം ചെയ്യുന്നു. അതെ, ഒരുമയിലൂടെ നമുക്ക് നമ്മുടെ ഇന്ത്യയെ മഴവില്ല് പോലെ വർണ്ണാഭവും പൂന്തോട്ടത്തിലെ പൂക്കൾ പോലെ വൈവിധ്യപൂർണ്ണവുമാക്കാം. ഓർക്കുക, നാം പരസ്പരം വേണ്ടപ്പെട്ടവരാണ് എന്ന ഓർമ്മപ്പെടുത്തലാണ് മാനത്ത് വിരിയുന്ന ഓരോ മഴവില്ലും. അന്യോന്യം പോരടിക്കാതെ പരസ്പരം പ്രോത്സാഹിപ്പിച്ച് നമുക്ക് മാരിവില്ലായി മാറാം. ഐക്യത്തിലൂടെ ഇന്ത്യയുടെ ബഹുസ്വരതയെ കാത്തുസൂക്ഷിക്കാം.